പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത്. ആൻറ്റിയമ്മ തൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിൽ കൃഷ് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ആൻറ്റിയമ്മ കൃഷിനെ കാണുകയാണ്. എടാ, നീ ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. എന്താ ആൻറ്റിയമ്മ ഇങ്ങനെ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ, മാനസികമായുള്ള നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് മുന്നിലേക്ക് കൊണ്ടുപോകണം. അതെങ്ങനെ ശരിയാകും? ഞാൻ ആൻറ്റിയമ്മയോട് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മനസ്സിലുള്ളത് മറ്റൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൺമണിയെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനതിന് തയ്യാറുമല്ല. എന്താ, മനസ്സിലായോ? ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുന്ന ആൻറ്റിയമ്മ, ഓഹോ അങ്ങനെയോ എന്ന് പറഞ്ഞ് മുഖത്തടിച്ചിരിക്കുകയാണ് കൃഷിന്റെ. അപ്രതീക്ഷിതമായ ഈ അടി കൃഷിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഒരിക്കലും കൃഷ് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. മാത്രവുമല്ല, ഇതോടെ ആൻറ്റിയമ്മേ, എന്തായി കാണിക്കുന്നേ? കൊന്നുകളയും ഞാൻ. പണ്ടേ അത് വിചാരിച്ചതാ ചെയ്യണമെന്ന്, പിന്നെ വിട്ടുകളഞ്ഞു. നീ അവളെ മറക്കുമെന്ന് കരുതിയിട്ട്. പക്ഷേ ഇനിയും നീ കുടുംബത്തെ വഞ്ചിക്കാനാണ് വിചാരിച്ചത് എങ്കിൽ കൊന്നുകളയും മോനെ. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ, അത് നടത്തിക്കും. മനസ്സിലായോ നിനക്ക്? ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് കൃഷ്. ആൻറ്റിയമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല ആൻറ്റിയമ്മേ. ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നിറവേറ്റാനും എനിക്ക് കൃത്യമായി അറിയാം. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട് എങ്കിൽ അതെൻ്റെ കൺമണിയെ തന്നെയാണ് ഇരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ പിറകോട്ട് പോവുകയില്ല. അത് ആൻറ്റിയമ്മയല്ല, വേറെ ആര് വന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് കേട്ടോടെ ആൻറ്റിയമ്മയാകെ പകച്ചു പോയിരിക്കുകയാണ്. എടാ, നീ തൊട്ടുപോകരുത് തന്നെ. ആൻറ്റിയമ്മേ, ഞാൻ ഒരു റെസ്പെക്ട് തരുന്നത് കൊണ്ട് തിരിച്ചടിക്കുന്നില്ല. വേറെ വല്ലവരുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ആരാന്ന് അറിഞ്ഞേനെ. മനസ്സിലായോ? അങ്ങോട്ട് മാറി നിൽക്കുക ആൻറ്റിയമ്മേ എന്ന് പറഞ്ഞ് കൃഷ് അവിടെ നിന്ന് പോകുന്നതോടെ ആൻറ്റിയമ്മയാകെ പകച്ചു പോവുകയാണ്. ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല. ഇതിനൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. അത് ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് ഇപ്പോൾ ആൻറ്റിയമ്മ പോകുന്നത്. പക്ഷേ ഇതേ സമയം എവിടെയാണ് കൺമണി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കൃഷ് അവളെ തേടി എത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായുള്ള കൃഷിന്റെ വരവിൽ തെന്നി കൺമണി താഴെ വീഴുന്നുവെങ്കിലും കൺമണിയെ കൃഷ് രക്ഷിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് കൺമണിയാകെ ഞെട്ടിപ്പോകുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണി, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണി അകന്നു നിൽക്കുകയാണ് കൃഷിനോട്. മാറി നിൽക്ക് കൃഷ്. കൃഷി സാറിനോട് എന്നെ കാണാൻ ഇവിടേക്ക് വരാൻ ആരാണ് പറഞ്ഞത്? ആരും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കൺമണിയെ കാണാൻ എനിക്ക് ഇവിടേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഇല്ല, ഞാൻ കൃഷ് സാറിൻ്റെ കൺമണിയൊന്നുമല്ല. ആ ബന്ധമെല്ലാം പണ്ടേ അവസാനിച്ചു. കൃഷ് സാർ അവസാനിപ്പിച്ചതാണ്. ഇനി ഇതേപ്പറ്റി നമുക്കൊരു സംസാരം വേണ്ട കൃഷ് സാർ. അത് നമ്മൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കൺമണി, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ അതിനുവേണ്ടി നിന്നെ ഇനിയും വന്നു കാണും. ആ കാര്യത്തിൽ എനിക്കൊരു നാണവുമില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെയേ നടക്കുകയുള്ളൂ. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കുന്നു കൺമണി.
മാപ്പ് പറഞ്ഞുകൊണ്ട് നിന്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.